വ്യൂവേഴ്സ്, അപ്പോൾ ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് അതാട്ടോ ഇന്നത്തെ വീഡിയോ. ഇത് ഇവളുമാർ കിടന്ന് തുള്ളിച്ചാടുന്നുണ്ട്. അത് എന്താണെന്നറിയോ, ഭയങ്കര ഹാപ്പിയാണ്. കാര്യം നമ്മളിതേ കിണർ തുറക്കാൻ പോകുകയാണ്. ഇതങ്ങനെ എപ്പോഴും തുറക്കുന്നതല്ല. കാര്യം നമുക്ക് ടാങ്കിൽ വെള്ളം അടിച്ചിടുന്നതുകൊണ്ടാണ് അതിന്ന് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഉപ്പ് വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഉള്ളൂ ശരണം. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചെടികൾ നനയ്ക്കാനായിട്ട്. കാര്യം ഇനി അത് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അതൊന്ന് തേകണമല്ലോ. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ചെടി ഇത്രയൊക്കെ കിളുത്ത് നിൽക്കുന്നത് നമ്മൾ അതുപോലെ ഞാൻ പരിപാലിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സമയത്ത് ആഹാരം കഴിക്കുന്ന പോലെ അവർക്കും കൊടുക്കണമല്ലോ ആഹാരം. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളിതേ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്ത് നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് ഗപ്പീനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗപ്പി കുറേ നമ്മൾ എടുത്ത് വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം കോരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാണ് കോരുന്നത്. ഒഴിക്കുന്നതിന് മുമ്പ് വല്ല ഗപ്പി ഉണ്ടോയെന്ന് രണ്ട് അവളുമാരും കൂടി പുറകെ നടന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് ആ മമ്മട്ടി കൊണ്ട് അവിടെ മൊത്തം കിളച്ച് ഉളച്ചിടുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ കർഷകശ്രീ അവാർഡ് താമ്പുച്ച മേടിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഞങ്ങൾ വെച്ചിരുന്ന ഒരു കൊച്ചു മുളകിൻ തൈയിൽ നിന്ന് 4 മുളക് പിടിച്ചായിരുന്നേ. അപ്പോൾ ആദ്യമേ പിടിച്ചിരുന്ന 2 മുളക് എൻ്റെ ഈ കൊച്ചു കാന്താരി തന്നെ അത് പറിച്ചായിരുന്നു. ഇപ്പോൾ രണ്ടാമത് പിടിച്ചത് എൻ്റെ കണ്ണങ്ങ് മാറിയപ്പോൾ അത് വലുതാകുന്നതിന് മുമ്പ് തന്നെ അവൾ അത് പറിച്ചെടുത്തു. അപ്പോൾ ദേവുമോളാണെങ്കിലും ആ തക്കത്തിന് ഏണി കയറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നനച്ചെല്ലാം കഴിഞ്ഞ് അടിച്ചു വാരാനായിട്ട് അകത്തേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ അടിച്ച് സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്ത് തൂത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീഡിയോ സ്റ്റാൻഡ് എൻ്റെ വീട്ടിലായി പോയതുകൊണ്ട് എൻ്റെ വീഡിയോ എടുത്തു തരുന്നത് എൻ്റെ മോളാണ് കേട്ടോ. എൻ്റെ ദേവുട്ടിയാണ് എടുത്തു തരുന്നത്. അതാണ് ഈ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് അനങ്ങുന്നത്. എന്തായാലും നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ചെയ്തു തരാൻ. അങ്ങനെ പെരയെല്ലാം തൂത്തതിന് ശേഷം മുറ്റം എല്ലാം തൂക്കുവാണ്. മുറ്റം മൊത്തം എൻ്റെ മകൾ മമ്മട്ടി കൊണ്ട് കിളച്ച് ഇട്ടിട്ടുണ്ട്. അത് മൊത്തം ഒന്ന് നിരപ്പാക്കി വേണം തൂത്ത് മാറ്റാനായിട്ട്. അങ്ങനെയല്ല നിരപ്പാക്കിക്കൊണ്ട് തൂത്തുകൊണ്ടിരിക്കുവാണ്. എനിക്കൊരു കാര്യമുണ്ട്, എന്ത് കാര്യം ചെയ്താലും അത് വൃത്തിയായിട്ട് ചെയ്യുക എന്നുള്ളത്. ഞാൻ അങ്ങനത്തെ ഒരു ശീലമുള്ള ഒരാളാണ്. അപ്പോൾ രാവിലെ അമ്മയാണ് മുറ്റം മൊത്തം തൂക്കുന്നത്. പിന്നെ സന്ധ്യ മുറ്റം പരിപാടി ഞാനാണ് തൂക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ജോലിയിലാണ് ഞാൻ രാവിലെ എല്ലാം ചെയ്യാറുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് അലക്കി ഇട്ടേക്കുന്ന തുണി ദിവാങ്കോട്ടെ കിടപ്പുണ്ട്. അതെല്ലാം മടക്കണം. മേല് കഴുകിയിട്ട് വന്നിട്ട് മടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മേല് കഴുകിയിട്ടൊക്കെ വന്നപ്പോഴത്തേനും 6:30ക്കാണ് വിളക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ 6:10 ആയിട്ടുള്ളൂ. ആ ഒരു ഗ്യാപ്പിൽ ആ തുണിയെല്ലാം മടക്കി വെക്കാമെന്ന് വിചാരിച്ച് തുണിയെല്ലാം ഞാൻ പെട്ടെന്ന് മടക്കിയെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും 6:30 ആയപ്പോഴത്തേനും വിളക്ക് കത്തിച്ചു കേട്ടോ. അപ്പോൾ അത് ദിവാങ്കോട്ടെ കിടന്ന തുണിയെല്ലാം ഞാൻ മടക്കി വെച്ചു. ദേവുട്ടൻ്റെ യൂണിഫോം വഴി ബാക്കിയെല്ലാം. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു. നാമം ചെല്ലണം. നാമം ചൊല്ലി കഴിഞ്ഞ് അവിടെ പുറത്തിരുന്നപ്പോഴത്തേനും വരുന്നു കിഴക്ക് വീട്ടിൽ മേല് കഴുകാൻ പോയ ആൾക്കാർ. നമ്മുടെ വീട്ടിലെ വെള്ളം ഉപ്പുവെള്ളമായതുകൊണ്ട് ഞാൻ പൈപ്പിൽ വെള്ളത്തിൽ കുളിക്കും. ഇവളുമാർ അമ്മയുടെ കൂടെ പോയി അമ്മയുടെ വീട്ടിൽ പോയാണ് കുളിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ദേവുവിനെ പഠിപ്പിക്കാനിരിക്കുകയാണ്. അപ്പോൾ താമ്പുച്ചൻ മാജിക് സ്ലേറ്റോട് വന്നിരിക്കുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പകുതി ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. ഓക്കേ, സീ യു.